ഓർമ്മശക്തിയിൽ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയ പ്രജീഷാണ് ഇന്ന് നമസ്തേ കേരളത്തിൽ അതിഥിയായി ചേരുന്നത്. പ്രജീഷ്, നമസ്തേ കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു കഴിവ് അല്ലെങ്കിൽ ഓർമ്മശക്തിയിൽ തനിക്കൊരു കഴിവ് ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കിയത്? ഗിന്നസ് വേൾഡ് റെക്കോർഡ് മാത്രമല്ല, ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ റെക്കോർഡുകളുടെ ഒരു തോഴനായിട്ടാണ് പ്രജീഷ അറിയപ്പെടുന്നത്. ഞാൻ ആദ്യമായി ഇത് മനസ്സിലാക്കുന്നത് +2 കഴിയുന്ന സമയത്തായിരുന്നു. ഡിഗ്രി ടൈമിൽ ഞാൻ BCom ആയിരുന്നു എടുത്തിട്ടുണ്ടായത്. ഞാൻ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും എക്സാം എനിക്ക് എഴുതാൻ പറ്റിയില്ലായിരുന്നു. മൂന്നാമത്തെ വർഷം 24 എക്സാമായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഒരു മാസം മാത്രം എടുത്തുകൊണ്ട് അത് കവർ ചെയ്യാൻ കഴിയുകയും ഏകദേശം ടോപ്പിൽ മാർക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുണ്ടായത്. 10 ആളുകൾക്കുള്ളതിനേക്കാൾ കൂടുതൽ ഓർമ്മശക്തി ഉണ്ട് എന്നാണ് പ്രജീഷിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ മെമ്മറി കപ്പാസിറ്റി എത്രത്തോളമായിരിക്കും? ഒരു സാധാരണ വ്യക്തിക്ക്, അതിപ്പോൾ ഒരു വൈഗ മേഡത്തിനാണെങ്കിൽ 40ഓളം ഭാഷകൾ പഠിക്കുവാനും ഒരു 6 യൂണിവേഴ്സിറ്റികളിൽ നിന്ന് എല്ലാ സബ്ജക്റ്റും ബിരുദമെടുക്കുന്നതിനും പിന്നെ ഒരു സമ്പൂർണ്ണ എൻസൈക്ലോപീഡിയ മനഃപ്പാഠമാക്കുന്നതിനേക്കാളും കൂടുതൽ ഓർമ്മശക്തിയാണ് നമുക്ക് തന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ കുറവ് മാത്രമാണ്. ഇത് നമ്മുടെ നാടാണെന്നോ അല്ലെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഓർമ്മശക്തി ഉപയോഗിക്കുന്നതെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് ഒരു വഴി തുറന്നൊരു സംഭവം എങ്ങനെയായിരുന്നു ഇതിന്റെ പ്രൊസീജിയേഴ്സ്, ടെസ്റ്റ് ഒക്കെ? ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്, നിലവിലൊരു ഗിന്നസ് റെക്കോർഡ് ഉണ്ടായിരുന്നു. അതായത് ഒരു വ്യക്തിയുടെ കണ്ണുകൾ കെട്ടിയ ശേഷം 200 പേരുകൾ ഒരു തവണ വായിച്ചു കൊടുക്കുകയും അത് കേട്ട ഉടനെ തന്നെ അദ്ദേഹം അത് അസെൻഡിങ് ഓർഡറിൽ 1 മുതൽ 200 വരെ ഓർഡർ പ്രകാരം തെറ്റാതെ പറയുകയും ചെയ്യുന്നതായിരുന്നു ഗിന്നസ് റെക്കോർഡ് ഉണ്ടായത്. അപ്പോൾ എൻ്റെ ഗിന്നസ് റെക്കോർഡിലേക്ക് വഴി തുറന്നത് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞു ഓൾറെഡി ആദ്യമായി മനസ്സിലാക്കി. ഡിഗ്രി കഴിയുമ്പോൾ ഒരുമിച്ച് 24 എക്സാം എഴുതുകയും അതിന് നല്ലൊരു റിസൾട്ട് വരികയും ചെയ്തപ്പോൾ അത് മനസ്സിലാക്കുകയും അവിടെ ഉണ്ടായിരുന്ന കോളേജ് മാനേജർ സുനിയേട്ടൻ, സുരേഷ് ഏട്ടൻ, അങ്ങനെയുള്ള ആൾക്കാർ എനിക്ക് പ്രചോദനം നൽകുകയും അതിലൂടെ പിന്നീട് ഞാനത് പ്രാക്ടീസ് ചെയ്യുകയും വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛൻ കണ്ണൻ എന്ന പേര് എനിക്ക് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് 200-300ഓളം പേരുകൾ എഴുതുകയും വീട്ടിൽ നിന്ന് പ്രാക്ടീസ് നൽകാനും കഴിഞ്ഞു. പിന്നെ എൻ്റെ അമ്മയും വളരെയധികം സഹായിച്ചിട്ടുണ്ട്. കൂടാതെ എൻ്റെ സുഭാഷ് ഏട്ടൻ റിലേറ്റീവ് ഉണ്ടായിരുന്നു. ഇവരൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചത്. ഏകദേശം 9 വർഷത്തോളം ഈ പ്രാക്ടീസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നെറ്റ്വർക്ക് ചാനൽ പയ്യന്നൂരെത്തി, പിന്നെ നാഷണൽ ലെവലിലേക്ക് വരികയായിരുന്നു ഉണ്ടായത്. ഇതിനെ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തത് പയ്യന്നൂർ വെച്ചിട്ടാണ് ആദ്യത്തെ ടെസ്റ്റ് ഉണ്ടായത്. എൻ്റെ കണ്ണുകൾ കിട്ടിയ ശേഷം ഗിന്നസ് റെക്കോർഡിൻ്റെ ആൾക്കാർ 470 പേരുകൾ ഒരു തവണ വായിച്ചു തരികയും അത് ആരോഹണക്രമത്തിലും അവരോഹണക്രമത്തിലും പിന്നെ റാൻഡം ബേസിസും തെറ്റാതെ പറയുകയും അതിലൂടെയായിരുന്നു എൻ്റെ ഗിന്നസ് റെക്കോർഡ് നേടാൻ എനിക്ക് കഴിഞ്ഞത്. ഇങ്ങനെ റെക്കോർഡുകൾ സ്വന്തമാക്കുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ സഹായങ്ങളാണ് പ്രജീഷിനുണ്ടായത്? എനിക്ക് എൻ്റെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് എനിക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞത് നമ്മുടെ മൻമോഹൻ സിംഗിൻ്റെ കയ്യിൽ നിന്നായിരുന്നു. ശ്രീമാൻ മൻമോഹൻ സിംഗിൻ്റെ കയ്യിൽ നിന്ന്. ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലഭിച്ചത് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കയ്യിൽ നിന്നാണ്. പിന്നെ എനിക്ക് ഗുജറാത്ത് സമ്മിറ്റിൽ വെച്ചിട്ട് ശ്രീ നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്ന് പ്രത്യേക അനുമോദനം ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയും പിന്നെ യൂത്ത് അഫയേഴ്സ് ജയലക്ഷ്മി മേഡവും വളരെയധികം എനിക്ക് പ്രചോദനം നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട പിണറായി സഖാവും വളരെയധികം പ്രചോദനം നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ MLA കൃഷ്ണേട്ടനോ അല്ലെങ്കിൽ MP കരുണാകരേട്ടൻ, അങ്ങനെ കുറേ ആൾക്കാർ. പിന്നെ നമ്മുടെ പുറത്തു പറയുകയാണെങ്കിൽ മലബാർ ഗ്രൂപ്പിൻ്റെ MP അഹമ്മദ് ക, പിന്നെ പ്രിയപ്പെട്ട ജലീലി മാഷ്, ഇവരൊക്കെ വല്ലാതെ എനിക്ക് പ്രചോദനം നൽകിയിട്ടുണ്ടായിരുന്നു. പ്രജീഷ്, പഴയ തലമുറയെ അപേക്ഷിച്ച് പുതിയ തലമുറയ്ക്ക് ഒരുപക്ഷെ ഓർമ്മശക്തി അത്രത്തോളം കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് പ്രജീഷ് ചിന്തിച്ചിട്ടുണ്ടോ?
അതായത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് എനിക്ക് തോന്നുന്നു അത്രമാത്രം ലക്ഷ്യബോധം ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം അവരുടെ സയൻറ്റിഫിക് സ്റ്റഡി മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ഇതുണ്ട്. അതായത് പലതരം മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് പഠനത്തിലെ നേരിടുക. അതായത് ജേണി മെത്തേഡ്, കോഡിംഗ് മെത്തേഡ്, ലിങ്കിങ് മെത്തേഡ്, ആപ്പ് മെത്തേഡ്, ഇങ്ങനെയുള്ള മെത്തേഡ്സുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ടെക്നിക്സ് ഉപയോഗിക്കുമ്പോൾ എനിക്ക് പറയാൻ കഴിയും ഏകദേശം 60ഓളം പേജ് ഉള്ള ഒരു സബ്ജക്റ്റ് നമുക്ക് 1 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീരാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്കോ, അല്ലെങ്കിൽ 250 ഒരു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ PSC ക്വസ്റ്റ്യൻസോ ബാങ്ക് ക്വസ്റ്റ്യൻസോ 1 മണിക്കൂർ കൊണ്ട് പഠിക്കാൻ കഴിയുന്നതും ലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഇതായത് ഈ സയൻറ്റിഫിക് സ്റ്റഡി മെത്തേഡ് ടെക്നിക്സ് നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇതിലേക്ക് വരുന്നത്. പക്ഷേ ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ്. കൂടാതെ നമ്മുടെ മെഡിറ്റേഷൻ ചര്യകൾ, നമുക്കറിയാം നമ്മളെ ഇമാജിനേഷൻ പവർ ഇൻക്രീസ് ചെയ്യുന്നതിനും പിന്നെ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ പവർ വളരെ മുകളിലേക്ക് എത്തുന്നതിനും നമ്മുടെ മെഡിറ്റേഷൻ ടെക്നിക്സ് വളരെയധികം സഹായിക്കും. 7 തരത്തിലുള്ള മെഡിറ്റേഷൻ ഉണ്ട്. ഞാൻ ഏകദേശം 10 വർഷത്തോളം ഞാൻ ഈ മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, 1 മണിക്കൂർ ഡെയിലി. പിന്നെ വിദ്യാർത്ഥികൾ പിന്നുള്ള കാര്യങ്ങൾ അവരിപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കാൽക്കുലേറ്റർ പരമാവധി ഉപയോഗം കുറക്കുക, പിന്നെ റീകളക്ട് ഡെയിലി കഴിഞ്ഞ ഒരു മാസത്തെ കാര്യങ്ങൾ റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഒരു തവണ ന്യൂസ് പേപ്പർ വായിക്കുകയാണെങ്കിൽ തന്നെ അത് ഒന്ന് റീകളക്ട് ചെയ്യുക. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾ ചെയ്യുവാനുണ്ട്. നാഷണൽ യൂത്ത് അവാർഡ് വിന്നർ കൂടിയാണ് പ്രജീഷ്. സാമൂഹ്യ സേവന രംഗത്തും പ്രജീഷ് സജീവമാണ്. എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ? അതായത് ഞാൻ ഡിഗ്രി പഠിച്ച സമയത്തായിരുന്നു ആദ്യമായിട്ട് ഒരു ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത്. MBA പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്വന്തമായിട്ട് ഒരു ആൽഫ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് അക്കാദമി 3 പേര് കൂടി തുടങ്ങുകയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ബിലോ പോവർട്ടി ലൈനിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് ട്രെയിനിങ് നൽകുകയും പിന്നെ പാവപ്പെട്ടവരെ ഒരു കൈ സഹായം നൽകുക എന്നുള്ള രീതിയിൽ കണ്ണൂരും പിന്നെ കോഴിക്കോടും നൽകിയിട്ടുണ്ടായിരുന്നു പലതരത്തിലുള്ള സഹായങ്ങളും. അതൊക്കെ കൂടിയായിരുന്നു ഈ അവാർഡിന് പരിഗണിച്ചിട്ടുണ്ടായത്. പുതിയ ഒരു റെക്കോർഡ് കൂടി സ്വന്തമാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് കേട്ടു. ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? എൻ്റെ മുന്നിൽ 2 പുതിയ ഗിന്നസ് റെക്കോർഡുകളുണ്ട്. അതായത് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് മെമ്മറൈസ് ചെയ്യുന്ന ഒരു നിലവിലുള്ള ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യുവാനും പിന്നെ നിലവിലുള്ള എൻ്റെ ഗിന്നസ് റെക്കോർഡ് തന്നെ ബ്രേക്ക് ചെയ്യാൻ. ഇപ്പോൾ 470 പേരുകൾ ഓർമ്മിക്കുന്ന റെക്കോർഡാണ് മുന്നിലുള്ളത്. അത് 1200 പേരുകൾ ഓർമ്മിക്കുന്ന റെക്കോർഡായി മാറ്റുവാനുമായിരുന്നു എൻ്റെ പ്ലാനുള്ളത്. പിന്നെ IAS നേടുക എന്നുള്ളതും എൻ്റെ ഒരു ലക്ഷ്യമായിട്ട് തന്നെയുണ്ട്. വളരെയധികം നന്ദി പ്രജീഷ്. നമസ്തേ കേരളത്തിൽ അതിഥിയായി എത്തിയതിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. പ്രജീഷിന്റെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് ഹിന്ദ് ചാനലിനും എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ പ്രത്യേക നന്ദി. കേരളം